അങ്ങനെ നവ്യ സത്യങ്ങളെല്ലാം അറിയുകയാണ്. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് മുത്തശ്ശൻ നവ്യയോട് പറയുകയാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ നവ്യ നേരെ അനഘയുടെ അടുത്തേക്ക് പോവുകയും കരഞ്ഞുകൊണ്ട് അനഘയോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനഘയോട് നവ്യ പറയുന്നുണ്ട്, അനഘ എന്നോട് ക്ഷമിക്കണം. സത്യം അറിയാതെ ഞാൻ ചന്തുമോളെ ഒരുപാട് ദ്രോഹിച്ചു. അബി എൻ്റെ മനസ്സിൽ വിഷം കയറ്റുകയായിരുന്നു. അവൻ്റെ അടിമയായി അവൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഞാൻ ദ്രോഹിച്ചു. ആദർശേട്ടൻ തെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ന്യായീകരിച്ചെന്നും എന്നാൽ അബിയെ തെറ്റുകാരനായി കണ്ടു എന്ന ചിന്താഗതിയായിരുന്നു എനിക്ക്. എന്നിട്ട് യഥാർത്ഥ കുറ്റവാളിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അനഘെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നവ്യ. ചന്തുമോളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. ആദർശേട്ടൻ ഞാനെ ചതിക്കുകയാണല്ലോ എന്ന ചിന്താഗതിയായിരുന്നു എനിക്ക്. ചന്തുമോൾ ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചെന്ന് എനിക്കറിയാം അനഘെ. എല്ലാം എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് നവ്യ. നിന്നോട് അബി ചെയ്തതിലും ഞാൻ ചന്തുമോളോട് ചെയ്തതിലും എല്ലാം ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആ സമയം അനഘയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമാവുകയാണ്. നവ്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ അനഘയ്ക്ക് സങ്കടമാകുന്നുണ്ട്. ആ സമയം ജോലിക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം അനഘയുടെ ജോലിക്കാരി വീണ്ടും ചില സത്യങ്ങൾ നവ്യയോട് പറയുകയാണ്. അബി ഇങ്ങോട്ട് വന്ന് അനഘയെ കൊല്ലാൻ നോക്കി. അങ്ങനെ വീണ്ടും അനഘ ICUവിലായി. അവൻ്റെ ക്രൂരതകൾ എത്രമാത്രമാണെന്ന് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് മോളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി. ഇങ്ങനെയുള്ള ചതിയന്മാരുടെ കൂടെ ജീവിച്ചിട്ട് എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത്? മോളുടെ ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെ ജോലിക്കാരി പറയുന്നുണ്ട്. ജോലിക്കാരി പറഞ്ഞത് കേട്ട് നവ്യ അങ്ങ് വല്ലാതെയാകുന്നുണ്ട്. അതെ, അവൻ ദുഷ്ടനാണ്, ആരെയും കൊല്ലാൻ മടിയില്ലാത്തവനാണ്. ഒരുപാട് പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട്. അവൻ അനന്തപുരിയിലെ രക്തമല്ല. ആരുമില്ലാത്ത അവനെയും അവൻ്റെ അമ്മയെയും അനന്തപുരിക്കാർ നോക്കിയതാണ് അവർ ചെയ്ത തെറ്റ്. അത് കാരണം അനന്തപുരി തന്നെ നശിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ. അതേസമയം ഞാൻ എന്നെ നവ്യയെ കാണാനിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സത്യങ്ങൾ അറിഞ്ഞ ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. എവിടേക്ക് പോയതാണെന്നറിയില്ല. ഇതിപ്പോൾ വലിയ ഷോക്കായിട്ടുണ്ട് ചേച്ചിക്ക്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഞാന. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു തീരുമാനമൊന്നും നവ്യമോൾ എടുക്കില്ല. കുഞ്ഞിനെ ഓർത്ത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അപ്പോഴത്തെ സങ്കടത്തിൽ അവൾ വീട്ടിലേക്ക് പോയതായിരിക്കും. നീ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്ക്, അവൾ അവിടെ ഉണ്ടോ എന്നറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ ഞായനെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ കനക ചോദിക്കുന്നുണ്ട്, എന്താ ഞായന മോളെ, എന്താണ് നീ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ ഞായനെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. നവ്യേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞു. മുത്തശ്ശന് തന്നെ സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു. എന്നിട്ട് നവ്യമോൾ എവിടെ എന്ന് കരഞ്ഞിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് കനക. നവ്യേച്ചി കുറച്ച് മുൻപേ ഇവിടെ നിന്ന് ഇറങ്ങി. ചേച്ചിയെ കാണാനായിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നവ്യ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നവ്യെ കാണുന്ന സമയത്ത് എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇത്ര നേരം എവിടെയായിരുന്നു? ചേച്ചി പോയപ്പോൾ ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നോ. വീട്ടിൽ ചേച്ചി വന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആകെപ്പാടെ ഞങ്ങൾ പേടിച്ചു പോയി. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് പേടിച്ചത്? ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുമെന്നോർത്തോ? ആ ദുഷ്ടനെ അബിയെ ഓർത്ത് അങ്ങനെ ഒരു അബദ്ധം ചെയ്യാനൊന്നും ഈ നവ്യ പോകില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കണം. അവൻ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നവ്യേ, ആ കാര്യം ഞാൻ പറയില്ല എന്ന് കരുതിയതാണ്, നിങ്ങളുടെ ജീവിതം തകരണ്ട എന്ന് കരുതിയിട്ട്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, എന്തിനാ അത് മറച്ചു വെച്ചത്? അതാണ് എനിക്ക് അറിയാത്തത്. അബി ഒരു ചതിയനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു. ആദർശേട്ടനെ എല്ലാവരും എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ. എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു. എൻ്റെ ജീവിതം തന്നെ തുലയ്ക്കുന്നത് പോലെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ലേ. നീ കുഞ്ഞും ഈ കുടുംബത്തിൽ വേണം, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം മറച്ചു വെച്ചത്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, എന്നിട്ട് എന്തായി? സത്യമല്ല ഇപ്പോൾ പുറത്തു വന്നില്ലേ? അതേ മോളെ, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായി. മോളെന്തായാലും ഞങ്ങളോട് ക്ഷമിക്കണം. നവ്യ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് കരുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അബിയെ കണ്ടൊന്ന് കൈയടക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അബി, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. നീ എന്നെ മാത്രമല്ല, നീ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതവും നശിച്ചു. നവ്യ, അതെല്ലാം വിവാഹത്തിന് മുൻപാണ്. വിവാഹം കഴിച്ചതിന് ശേഷം ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അബി. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോ? വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അനഘയെ കൊല്ലാൻ നോക്കിയില്ലേ? എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കി അബി. ആ സമയം നവ്യയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ് അബി. നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ചതിയനാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. അബി, നവ്യമോൾ ഇനി ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല. അത്രമാത്രം ദ്രോഹം ഇതിനോടകം തന്നെ നീ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ സ്വത്തിന് യാതൊരു അവകാശവും നിനക്കില്ല. സ്വത്തിൻ്റെ എല്ലാ അവകാശവും ഞാൻ നവ്യമോൾക്കാണ് കൊടുക്കുന്നത്. ഇനി നിൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്ന് നവ്യമോൾ തീരുമാനിക്കട്ടെ. അനന്തപുരിയുടെ സ്വത്തിൻ്റെ ഒരു അവകാശം ഇനി മുതൽ നിനക്കില്ല എന്ന് ദേഷ്യത്തോടു കൂടി മുത്തശ്ശ അബിയോട് പറയുന്നുണ്ട്.
മുത്തശ്ശൻ്റെ വാക്കുകൾ കേട്ട് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അഭിയും ജലജയും. ആ സമയം ആദർശം പറയുന്നുണ്ട്, മുത്തച്ഛൻ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാണ് എഴുതിയത്. ആ സ്വത്തുക്കളൊക്കെ ഞാൻ ചന്തുമോൾക്ക് കൊടുക്കാൻ പോവുകയാണ്. നിനക്ക് ഇനി മുതൽ യാതൊരു അവകാശവുമില്ല. അഭിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആദർശ് പറയുന്നുണ്ട്.